നമ്മൾ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് എന്താണ് പഠിച്ചത്? ഭൂമി അട്രാക്ട്സ് ഓൾ ഒബ്ജക്ട്സ് ടു ഇറ്റ്സ് സെന്റർ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഈ പോയിന്റുകൾ കേട്ടോ. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. അതെങ്ങനെയാന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി as the mass of the object increases, the force of attraction increases. വസ്തുവിന്റെ മാസ് കൂടുന്നതനുസരിച്ചിട്ട് ആകർഷണബലം എങ്ങനെയാണ്? കൂടുവാണ് ചെയ്യുന്നത്, ഇല്ലേ? ഇനി as the distance from the object increases, the force of attraction decreases. വസ്തുവിലേക്കുള്ള അകലം കൂടുന്നതനുസരിച്ചിട്ട് അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആകർഷണബലം എങ്ങനെയാണ്? കുറയുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഓർത്തോ, എർത്ത് അതിന്റെ സെന്ററിലേക്ക് അല്ലെങ്കിൽ കേന്ദ്രത്തിലേക്ക് എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നു. ദെൻ എങ്ങനെയാണ്? മാസ് കൂടുവാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ്, അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആകർഷണബലം കൂടും. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് കൂടുവാണെന്നുണ്ടെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനെയാണ്? കുറയുവാണ് ചെയ്യുന്നത്, അല്ലേ? ഡിസ്റ്റൻസ് കൂടുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആകർഷണബലം കുറയുവാണ് ചെയ്യുന്നത്. അപ്പം ആകർഷണബലം അല്ലെങ്കിൽ